Hi dears, welcome to Malayali's Talks. Hi dears, welcome back to my channel. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BCom BBA മലയാളത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ക്ലാസ് കാണുക. കുറേ പേര് വെറുതെ കണ്ടു പോകുക എന്നല്ലാണ്ട് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകൾ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടെലഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് നോക്കിയാൽ മതി. ഓക്കെ, ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എൻ്റെ ഭാഷ എന്ന കവിതയാണ്. വള്ളത്തോൾ എഴുതിയ കവിതയായിരുന്നു എൻ്റെ ഭാഷ എന്ന് പറയുന്നത്. ഈ കവിതയിൽ ഏറ്റവും ചോദിക്കുന്ന വരികൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയുടെ ഗുണങ്ങളെ കുറിച്ചിട്ടുള്ളൊരു ചോദ്യം വരാറുണ്ട്. അതുപോലെ നമ്മുടെ ഭാഷയെ എങ്ങനെയൊക്കെ വികസിപ്പിക്കണം, പിന്നെ നമ്മുടെ ഭാഷയെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കാം എന്നിങ്ങനെയുള്ള വരികൾ അതൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കുക. അതേപോലെ തന്നെ നമുക്കറിയാം കവിതകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അധികവും വരികൾ തന്നിട്ട് സന്ദർഭം വിശദാക്കാനോ ആശയം വിശദാക്കാനോ ഒക്കെ ആയിരിക്കും തരിക. അപ്പോൾ അതുകൊണ്ട് വരികൾ നന്നായി വായിച്ച് നോക്കിയിട്ട് എക്സാമിന് പോവുക. പിന്നെ അതിൻ്റെ സമ്മറി എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത പാഠഭാഗം ബാലാമണി അമ്മയുടെ മഴുവിൻ്റെ കഥ എന്ന കവിതയാണ്. ഇനി ആരെങ്കിലും ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ട കഥ എന്ന് വിചാരിച്ചിട്ട് കഥയാണെന്നൊന്നും എഴുതി വെക്കരുത് കേട്ടോ, കവിത തന്നെയാണിത്. ചിലർക്ക് അങ്ങനെ തെറ്റ് പറ്റാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ മഴുവിൻ്റെ കഥ എന്നുള്ള കവിതയിൽ പറയുന്നുണ്ടല്ലോ, പരശുരാമൻ പറയുന്ന വാക്കുകളുണ്ട്, എന്നെ ഓർക്കുന്നില്ല എൻ്റെ തോൾ ഞെരിച്ച മഴുവിനെയും എന്ന് പറഞ്ഞിട്ടുള്ള വരികൾ. ആ വരികൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പച്ച നാക്കിലെ വെച്ച പോലൊരു നാടുണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള വരികൾ, ജമദഗ്നി മഹർഷിയുടെ പത്നിയായ രേണുക ചെയ്ത തെറ്റെന്താണ്, അതിനുവേണ്ടി ജമദഗ്നി മഹർഷി എന്ത് ശിക്ഷയാണ് വിധിച്ചത് എന്നിങ്ങനെയുള്ള ഭാഗങ്ങൾ നോക്കി വയ്ക്കുക. അടുത്തത് സഫലമി യാത്ര എന്ന NN കക്കാടിൻ്റെ കവിതയായിരുന്നു. അതിൽ പഴയ കാലത്തെ ഓർമ്മകൾ എടുക്കാൻ പറഞ്ഞുകൊണ്ടുള്ള കുറച്ച് വരികളുണ്ട്. അടുത്ത ജന്മം ആരെന്നും എന്തെന്നും ആർക്കറിയാം. പിന്നെ എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു പറ്റിച്ചു നാം ഇത്തിരി ശാന്തി തൻ ശർക്കര നുണയുവാൻ, പരസ്പരം ഊന്നുവടികളായി നിൽക്കാം, പിന്നെ ഓരോ നിറം കൊണ്ടു നേരമറിഞ്ഞും എന്ന് തുടങ്ങുന്ന വരികൾ, വിഷു വരും വർഷം വരും എന്ന് പറഞ്ഞിട്ടുള്ള വരികൾ തുടങ്ങിയ വരികളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം പോകാനായിട്ട്. അടുത്ത പാഠഭാഗം TV കൊച്ചുബാവയുടെ ബംഗ്ലാവ് എന്ന കഥയാണ്. ഇന്നത്തെ കാലത്തുള്ള ക്ലബ്ബ് ജീവിതത്തെയാണ് ഈ ഒരു കഥ അടയാളപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ആംബുലൻസിന് വഴിമാറി കൊടുക്കാൻ തയ്യാറാവാത്ത ഒരു വൈരുദ്ധ്യത്തെക്കുറിച്ച്, പിന്നെ തനിക്ക് ഇഷ്ടമില്ലാത്ത വിരുന്നിൽ പങ്കെടുക്കാനായി പോവേണ്ടി വന്ന വിജയകുമാരി എന്ന പെൺകുട്ടിയെക്കുറിച്ച്, അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വെച്ചോളൂ. അടുത്ത പാഠഭാഗം ദുഷ്യന്തൻ മാഷ്, VKN എഴുതിയിട്ടുള്ള ദുഷ്യന്തൻ മാഷാണ്. VKNൻ്റെ മുഴുവനായിട്ടുള്ള നാമം ചിലപ്പോൾ ചോദിക്കും. വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ എന്നതാണ് മുഴുവനായിട്ടുള്ള നാമം. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തു നിന്ന് നമ്മുടെ ദുഷ്യന്തൻ രാജാവ് നടത്തുന്ന ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു, ദുഷ്യന്തൻ മാഷിന് മനഃപ്പാഠമായിരുന്നത് എന്തൊക്കെയാണ്, രാജാവ് പ്രജകളോട് എന്താണ് അവസാനം പറഞ്ഞത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ട് നന്നായിട്ട് ആ ഒരു പാഠഭാഗം വായിച്ചു വയ്ക്കുക. അടുത്തതായിട്ട് സാറ ജോസഫിൻ്റെ തായ്ക്കുലം എന്ന കഥയാണ്. ഇവിടെ സ്ത്രീത്വത്തെ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാം. അതിൽ സീതയെ കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതുപോലെ കുലത്തിൻ്റെ വേരറുത്ത കാര്യം, രാവണ പെരുമാൾ കടവിയിൽ തോൽവിയില്ല എന്ന് ശൂർപ്പണഖ പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളൂ. പിന്നെ വരുന്നത് മോദസ്ഥിതനായങ്ങ് വസിപ്പു മല പോലെ എന്ന് പറഞ്ഞിട്ടുള്ള പാഠഭാഗമാണ്. ഹരീഷാണ് അത് എഴുതിയത്. ഈ കഥയിൽ ജാതി ഇല്ലാന്ന് പുറമേക്ക് കാണിക്കുമ്പോഴും എല്ലാവരുടെയും ഉള്ളിൽ അതുണ്ട് എന്ന് കാണിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ ഈ പാഠഭാഗത്ത് നിന്ന് കാണാൻ പറ്റും. പ്രത്യേകിച്ചും പവിത്രയുടെ അമ്മയാണ് അതിന് മുൻതൂക്കം നൽകിക്കൊണ്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടാവും. പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോ എടുത്ത് മാറ്റിയ ഒരു സന്ദർഭം, ഭാഷയിലും ഭക്ഷണത്തിലൊക്കെ മാറ്റം വരുത്തിയത്, ഉണ്ണിമാമൻ്റെയും പവിത്രൻ്റെയും വാക്കുകളായിട്ടുള്ള നമ്മൾ എതിർത്താലും അവർ ഒന്നിച്ച് ജീവിക്കും എന്ന വാക്കുകൾ, ഇതിൽ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരിക. അടുത്ത പാഠഭാഗം ഒരു സിന്ദൂര പൊട്ടിൻ്റെ ഓർമ്മ. ഇത് എഴുതിയത് OV വിജയനാണ്. ഇവിടെ പ്രധാനമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേറിയത് മുതലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വിപ്ലവങ്ങളൊക്കെ വെറുതെ ആയിരുന്നു, പ്രതീകവൽകൃതമായിട്ടുള്ള വിപ്ലവങ്ങളായിരുന്നു, യഥാർത്ഥത്തിൽ വിപ്ലവങ്ങൾ നടന്നിട്ടില്ല. പിന്നെ ആ ഒരു പാർട്ടിക്കുള്ളിലുള്ള പല കാര്യങ്ങളും കാരണവന്മാരുടെ മാത്രമായിരുന്നു, അത് അനന്തര തലമുറകളിലേക്ക് കൈകാര്യം ചെയ്തിരുന്നില്ല. പിന്നെ സ്വന്തം കുടുംബകാരിയായിട്ടാണ് OV വിജയനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിരുന്നത്. പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും വെറുപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ.
അടുത്ത പാഠഭാഗം ഷാരോണിലെ റോസാപ്പൂക്കൾ, വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ ഓർമ്മക്കുറിപ്പ്. ഇവിടെ ക്രിസ്ത്യൻ അഹ്റോണിനെ കണ്ടത്, പിന്നെ അവളുടെ അവസ്ഥ എന്തായിരുന്നു, അവൾ മരിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റാതിരുന്ന അവസ്ഥ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസാണ് വരിക. അടുത്തതായിട്ട് മാധവിക്കുട്ടിയുടെ ഓർമ്മക്കുറിപ്പായ പാവക്കുട്ടിയാണ്. ഇവിടെ പ്രധാനമായിട്ട് കുട്ടികളെ സ്വാർത്ഥത പഠിപ്പിക്കരുത് എന്ന ഒരു ആശയത്തെ മുൻനിർത്തിയാണ് ഈ പാഠഭാഗം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുക. പിന്നെ അതേപോലെ തന്നെ കമല എന്ന പെൺകുട്ടിക്ക് ആ ഒരു പാവക്കുട്ടിയെ കൊടുക്കാനുണ്ടായ സാഹചര്യം, ആശ്രിതരായിട്ടുള്ള ദേവകിയെയും ശങ്കരനെയും കുറിച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓർത്തു വെച്ചോളൂ. ഇനി നിങ്ങളുടെ സെക്കൻഡ് സെമ്മിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആയിരുന്നു സാകേതം എന്ന നാടകം, CN ശ്രീകണ്ഠൻ നായർ രചിച്ചത്. അപ്പം അതിൽ രാമായണ നാടകത്രയം എന്തൊക്കെയായിരുന്നു, പിന്നെ കൈകേയി പറഞ്ഞ വാക്കുകൾ, രാമനെ വനവാസം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തത്, സുമന്ത്രരുടെ വാക്കുകൾ, അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്തായി നിങ്ങൾക്ക് ഈ സെമ്മിൽ ചോദിക്കാൻ സാധ്യതയുള്ള എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. അത് ഏത് പാഠഭാഗത്തു നിന്നാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സാകേതം, മഴുവിൻ്റെ കഥ, ബംഗ്ലാവ്, ദുഷ്യന്തൻ മാഷ്, എൻ്റെ ഭാഷ. അപ്പോൾ ഇതിന്ന് എന്തായാലും 1, 2, 3 എസ്സേ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചോളൂ. അതുകൊണ്ട് ഈ പാഠഭാഗങ്ങൾ നന്നായിട്ട് മനസ്സിരുത്തി വായിക്കുക, അതുപോലെ തന്നെ നന്നായിട്ട് ആശയം മനസ്സിലാക്കുക. പിന്നെ ഈ സാകേതം എന്ന നാടകം അതിൽ ഓരോ അംഗങ്ങളായി തിരിച്ചിട്ട് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക എല്ലാവരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തായ്ക്കുലം എന്നുള്ളൊരു പാഠഭാഗം കൂടി എസ്സേ വരാൻ ചാൻസ് ഉണ്ട്, പക്ഷെ അത് ഉറപ്പ് പറയുന്നില്ല, ചിലപ്പോഴേ വരുള്ളൂ, ചിലപ്പോൾ ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ സൂചിപ്പിക്കുന്നുണ്ടെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. എസ്സേ ആദ്യം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ സാധിക്കും. പിന്നെ എസ്സേ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പാരഗ്രാഫ് തിരിച്ച് ആദ്യം ഒരു ഇൻട്രൊഡക്ഷനും അവസാനം ഒരു കൺക്ലൂഷനും കൊടുത്ത് വേണം എസ്സേ എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്.